എണ്ണൂറിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പാർട്ട് 3. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മാറ്റാൻ വെച്ചത് പറഞ്ഞത് ഷോക്കാണ്. പിന്നെ പമ്പർ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ ഷോക്ക് മാറ്റിയിട്ട് ഈ ഷോക്കിലുണ്ടോ ഇവിടെ ആക്ഷൻ കുറവാണ്. ഓപ്പോസിറ്റ് ഷോക്ക് പക്കയാണ്. അപ്പോൾ അത് മാറ്റണം. അത് മാറ്റുന്നത് ഏതാ വെച്ചാൽ ബഗ്ഗിയിലെ ഷോക്കുണ്ട്. ബഗ്ഗീസ് ഷോക്ക് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതിൻ്റെ ഷോക്കിൻ്റെ ഇതിന് ഇത്രയും വലിയൊരു അവിടെയുള്ള ഷോക്കിൻ്റെ ആവശ്യമില്ല, കാരണം ആക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മുതൽ ഞാൻ എന്താ കരുതുന്നത് വെച്ചാൽ ഷോക്ക് നമുക്ക് ഓയിൽ ലീക്ക് ആക്കിയിട്ട് കംപ്ലൈൻറ്റ് വരുത്തിയാൽ ഒന്നുകൂടെ ആക്ഷൻ കൂടും. അപ്പോൾ അത് കരുതുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അത്ര നല്ല ഷോക്കുണ്ട്. അപ്പോൾ ഈ ഷോക്ക് വൃത്തിയുള്ള ഷോക്കാണെന്നാലും അപ്പോൾ നമുക്ക് അതിന് കയറണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പറയാനുള്ള സംഭവം. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഡിക്കി ഷോക്കും കാര്യങ്ങളൊക്കെ ബൈക്കുമായി സെറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഞായറാഴ്ചയാണ് വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തിൻ്റെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം ആകുമ്പോൾ വർക്ക് ചെയ്യണം അതൊക്കെ എല്ലാം കൂടെ കൂട്ടാക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഓസ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓസ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോക്ക് ഊരിയിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ നിന്നപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ വെച്ച ഷോക്ക് അൾട്ടോൻ്റെ ആണിത്. എന്താ വെച്ചാൽ നമ്മൾ 800 എന്ന് കരുതിയിട്ട് അയച്ചാണ്. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു മുതൽ അതിന് കയറ്റുക. ഒന്നുകൂടെ മോഡൽ മാറ്റം വരും ചെയ്യും. ഇതിൽ വേരിയേഷൻ വരുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടോ, ഇതിൽ മാറ്റം വരും. ഇത്രത്തോളം ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഹൈറ്റ് കൂടുക കേട്ടോ. അപ്പോൾ ലോവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടീംസൊക്കെ ഒരുവിധം ഇങ്ങനത്തെ ഷോക്ക് കയറ്റുമ്പോൾ നല്ലത്. ഞാൻ ഈ ഷോക്കൊന്ന് കയറ്റിയിട്ട് എത്രത്തോളം ലോവർ ആവുന്നുള്ളത് തട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ അൾട്ടോൻ്റെ മുതൽ നമുക്ക് 800 സൂട്ടാവും നോക്കാം. അത് മാറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു പൊസിഷനും കൂടെ നോക്കണം, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ ഈ മുതൽ കയറ്റി വെക്കുക. ഇതിൽ പറഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ ആ ഒരു പീസിൻ്റെ കാര്യത്തിലും മാറ്റം ഉണ്ടാവും. ഷോക്കിലും ചെറിയ രീതിയിൽ, ഷോക്കിൻ്റെ ഈ ഭാഗത്തിലും ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബഗ്ഗിൻ്റെ 4 ഷോക്ക് നമ്മൾ അൾട്ടോൻ്റെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ബഗ്ഗിക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് ഹൈറ്റ് കൂടുതലും പ്രശ്നമില്ല, കാരണം വെച്ചാൽ സ്പേസ് ഉണ്ട്. ഈ ലോറാമിൻ്റെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ബഗ്ഗിൻ്റെ കാര്യത്തിൽ. ബാക്കിലേക്ക് ആകുമ്പോൾ നമുക്ക് ഷോക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല, കാരണം ലോറാവ് ഇതിൽ കൂടുതൽ താഴുക കണ്ടോ. പരമാവധി താന്നിട്ട് കിടക്കണം. മാറ്റി വെക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ കേട്ടോ ഷോക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു മാറ്റം വരുന്നുണ്ട്. ഇവിടം കൊണ്ട് ഓക്കെയാണ്, ഇത്രയും ഭാഗം ഹൈറ്റിൻ്റെ കാര്യം ഓക്കെയാണ്. സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ ഈ ഒരു പൊസിഷൻ്റെ കാര്യത്തിലും ഇത്രത്തോളം വേരിയേഷൻ വരുന്നുണ്ട്. കയറ്റുമ്പോൾ ഇത് മുകളിൽ തട്ടുമോ എന്നുള്ളതാണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അൾട്ടോൻ്റെ കയറ്റുക അങ്ങനെ വെച്ചാൽ ഹൈറ്റ് പുഷ് ഇടണമെന്നുള്ളൂ. ഹൈറ്റ് പുഷ് നമുക്ക് ഇടുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ സെയിം ആയിട്ട് കിട്ടും, ഇത്രത്തോളം ഹൈറ്റ് കിട്ടും. അപ്പോൾ അൾട്ടോൻ്റെ ഇടണം എന്നുള്ള കമ്പുള്ളവർക്ക്, ലോവർ ഇടണം എന്നുള്ളവർക്ക് നമുക്ക് ഹൈറ്റ് പുഷ് കയറ്റിയാണ്ട് സെറ്റാക്കി ഇടാമെന്നുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്പ് എന്താ അവസ്ഥ? സ്റ്റെമ്പ് അത്യാവശ്യം വണ്ണമുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലും വണ്ണം കുറച്ച് കൂടുതലാട്ടോ. നമുക്ക് ആക്ഷൻ ഒന്നും കൂടെ ബെറ്റർ തേക്കാമെന്നുള്ള. അൾട്ടോൻ്റെ മുതൽ കയറ്റി അത്യാവശ്യം സ്പേസ് കുറവുണ്ട്. ഇതുണ്ടോ ആക്ഷനും പക്ക കേട്ടോ. ഇനി ഇത് ഓടിച്ച് നോക്കിയിട്ടാണ് അടി എത്രത്തോളം തൊട്ടാന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളത്. അപ്പോൾ ഇതുണ്ടോ ഇത് ഒരു കൈയിൻ്റെ സ്പേസ്. ഓപ്പോസിറ്റ് വരുമ്പോൾ ഇതുണ്ടോ ഫ്രീ. അപ്പോൾ അത്രത്തോളം കിട്ടുന്നുണ്ട്. ആക്ഷൻ്റെ കാര്യത്തിലും പക്ക കേട്ടോ. ഇതുണ്ടോ പക്ക ആക്ഷനാണ്. പിന്നെ എന്താ വെച്ചാൽ അടിയിൽ ഇത് 800-ൻ്റെയും ഇത് അൾട്ടോൻ്റെയാണ്. സ്പേസ് ഉണ്ടോ ഉണ്ടോ ഇവിടെ കുറച്ച് താന്നിട്ടും ഇവിടെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതുകൂടെ മാറ്റി എത്രത്തോളം സ്പേസ് നമുക്ക് നോക്കാമെന്നുള്ള. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ബഗ്ഗിമ്മ പീസ് കയറ്റണം. അപ്പോൾ ആ ഷോക്ക് നമ്മൾ ബഗ്ഗിൽ സെറ്റ് ചെയ്തിട്ടോ. ബഗ്ഗിൽ സെറ്റ് ചെയ്ത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചത്. അതായത് ഈ പൊസിഷനിൽ നമുക്ക് ഇനി മാറ്റം വരുത്തണം. ഇതുണ്ടോ ഈ പൊസിഷനിൽ മാറ്റം വരുത്തുന്നതാണ്. ഇത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ എൻഡാണ് വരുന്നത്. ഇപ്പോൾ ഈ എൻഡിൽ നമ്മൾ ചെറുതാക്കിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം ഹൈറ്റ് വരുന്ന ടൈമിൽ നമുക്കിവിടെ ഇതിൻ്റെ വലുപ്പത്തിൽ മാറ്റം വരുത്തി കൊടുക്കേണ്ടി വരും. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് 800 സെറ്റ് ചെയ്തിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടി തട്ടണില്ല, നമുക്ക് ഓട്ടാൻ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സാധനം ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആദ്യം 800-ൻ്റെ ഭാഗം നമുക്ക് ക്ലിയർ ആക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്ലാൻ. 800 പിന്നെ ആക്സിൽ നമുക്കൊരു ഫോൾട്ട് വരാനുള്ളൊരു ചാൻസ് പറഞ്ഞാൽ ആക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിൽ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പൊങ്ങുന്ന ടൈമിൽ അതിൻ്റെ സാഫ്റ്റ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറി നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോക്കിൻ്റെ മുകളിൽ ഹൈറ്റ് പുഷ് ഇട്ട് കൊടുത്താൽ ആ ഒരു ആക്ഷൻ വരുന്ന, അതായത് ഇടിക്കാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു ആക്ഷൻ വരും ചെയ്യും. അതായത് മറ്റുള്ള വണ്ടികളിൽ പോലെ നമുക്ക് ഇവിടെ മറ്റുള്ള വണ്ടി നമ്മൾ ഹൈറ്റ് കൂട്ടുന്ന ടൈമിൽ നമുക്ക് എന്താ ഫാൾട്ട് വരാനുള്ളതെന്ന് വെച്ചാൽ ആക്സിൽ ഓവറായിട്ട് പുറത്തേക്ക് വരുന്ന പ്രശ്നം വരും. അത് ഇത് ഹൈറ്റ് കൂട്ടിയാൽ വരില്ല എന്നുള്ളതാണ്. നമുക്ക് അൾട്ടോൻ്റെ ഷോക്കും കയറ്റാം, അതുപോലെ തന്നെ ഹൈറ്റ് പുഷ് നമുക്ക് വേറെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആവുന്നുള്ളതാണ്. അപ്പോൾ അൾട്ടോൻ്റെ നമുക്കിത് സൂട്ടാക്കാം. അപ്പോൾ ഞാനെന്ത് 2 സെറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ച് നോക്കിയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത്
ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ നമുക്ക് ഇത് ഇടുകയും ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോക്ക് റീകണ്ടീഷൻ ചെയ്യാം. അതാണ് പ്ലാൻ. സോറി, റീകണ്ടീഷൻ അല്ല, റീകണ്ടീഷൻ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യം ലൈഫ് കുറവാണ് റീകണ്ടീഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ടൈറ്റ് ആക്കട്ടെ, സെറ്റ് ആക്കിയിട്ട് അടുത്തിട്ട് വന്നേരാം കേട്ടോ. അടുത്ത ദിവസം രാവിലെയാണ്. നല്ല നെയ്റ്റ് ഇരുന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കിയുടെ ബാക്ക് സൈഡത്തെ ഷോക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത പരിപാടി സക്സസ് ആയില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ഷോക്ക് നമ്മൾ മാറ്റിയത് ഇതിൻ്റെ ഈ സംഭവം കണ്ടോ, ഇതാണ് ഇതിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഏകദേശം വരുന്നത് ഇതാണ്. കാരണം വെച്ചാൽ ഇതാണ് ഷോക്കിൽ മാറ്റം ഉണ്ടാവും. ബാക്കിയൊക്കെ സെയിം ആക്കും, ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള മാറ്റം പറഞ്ഞ്. പിന്നെ നമ്മൾ ബാഗിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബാഗിൻ്റെ ഈ വീലുണ്ടോ ഇങ്ങോട്ട് ഉള്ളിൽ കയറ്റി ഇങ്ങനെ ഉണ്ടോ, ആ പൊട്ടഷൻ്റെ ആ ലെവലിലേക്ക് വരുന്നുണ്ട്. കാരണം ആൾ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ആവുന്ന രീതിയിൽ. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ശരിയാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ലോവറാകുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഷോക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വരണം. ഡോയിനും ഡോട്ടും കുറേ കളിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും. കാരണം വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ അൾട്ടോൻ്റെ ഷോക്ക് നമുക്ക് കയറ്റണം 800 രൂപ ഒഴിവാക്കിയിട്ട്. പിന്നെ വേറെ സംഭവം വെച്ചാൽ നമുക്ക് 800ക്ക് വരുമ്പോൾ ഇതുണ്ടോ ഈ വീല് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അടിഭാഗം പുറത്തേക്കും രണ്ട് തരം കണ്ടോ അങ്ങനെ വരുന്നത്. അത് അത്യാവശ്യം ലോവറായി പോയി എന്നുള്ളതാണ്. അത് ചെറിയ രീതിയിലാണ് നമ്മൾ സ്പ്രിങ് കെട്ടിയുമ്പോൾ ലോവറാവുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. പിന്നെ ഇത് ക്ലിയർ ആക്കി എടുക്കുക എങ്ങനെ വെച്ചാൽ ഷോക്കിൻ്റെ മുകളിലത്തെ ബോൾട്ടിൻ്റെ 2 ബോൾട്ട് വരുന്നില്ല, അതിൻ്റെ മുകളിലത്തെ ബോൾട്ട് ചെറുതാക്കിയിട്ട് വണ്ണം കുറച്ചാൽ മോൾ ഭാഗം ഇങ്ങോട്ട് ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ബൈ ചാൻസ് ലൂസോ കാര്യങ്ങളോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അലൈൻമെൻറ്റ് കൊണ്ടുപോകുമ്പോൾ അത് പക്കായിട്ട് ചെയ്യാനുള്ള ടീമില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അങ്ങനെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണത്. നമ്മൾ വണ്ടിയുമ്പോൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ കംപ്ലൈൻറ്റ് വില നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 2 സൈഡിലേക്ക് എങ്ങനെയാണോ വൈഡ് എന്നുള്ളതും ക്ലിയർ ആക്കി തരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടാനൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് പീസ് ഇട്ടിട്ട് ഹൈറ്റ് കൂട്ടാം. അപ്പോൾ ഹൈറ്റ് കൂട്ടുമ്പോൾ നമുക്ക് സാധാരണ 800 അതേ സെയിം ആവും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. നമുക്ക് 800 ഷോക്കിന് ഇട്ട് കണ്ട് ക്ലിയർ ആക്കുക. കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ, ഈ ഒരു പൊസിഷനിൽ മാറ്റം വരും, ചെരിവ് വരും ഇവിടെ. അപ്പോൾ ഈ ബോൾട്ട് ഒഴിവാക്കിയിട്ട് ഇതാക്കിയാൽ സംഭവം സെറ്റ് ആവും. പക്ഷേ അതെന്താ വെച്ചാൽ കറക്റ്റ് പക്കല്ലെങ്കിൽ നമുക്ക് വീൽ ചെത്താനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ള. അപ്പോൾ ആ വീലിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, അത് പറഞ്ഞ വീലാവുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വർക്ക് ആട്ടത് ഇതിൽ റീപെയിൻ്റാണ്, അതായത് പെയിൻറ്റ് ചേഞ്ച് ചെയ്ത് കണ്ടിട്ടാണ്. റീപെയിൻ്റാണ്. പെയിൻ്റ് നമ്മൾ ബ്ലാക്കിൽ കൺവേർട്ട് ചെയ്യണം, മാറ്റണം. അതുപോലെ ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷന് നമുക്ക് ടൈപ്പ് 2ക്ക് കൺവേർട്ട് ചെയ്യണം. പമ്പർ കാര്യങ്ങൾ ബോണറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് ഒരു ബാക്ക് പമ്പർ അലമ്പാണ്. അപ്പോൾ അതും ചേഞ്ച് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വർക്ക് നമുക്ക് ഫുള്ള് മറ്റുള്ള വർക്ക് എടുക്കണം. നമുക്ക് ഫ്രീ ഉള്ള ടൈമിലാണ് നമ്മളെ വണ്ടിമുക്കും ഭംഗിമുക്കും തീരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളവോട്ടുണ്ടെങ്കിൽ ചെയ്ത് ഇത് ഒലിക്ക് മഫ്ലർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മഫ്ലർ ആഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് തന്നെ ഷോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാമെന്നുള്ള കേട്ടോ. കേട്ടോ മാറ്റി ഫിറ്റ് ചെയ്യലിൻ്റെ പണിയിലാട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ കരുതി ഫസ്റ്റ് സെറ്റാവുന്ന ഒരു രീതിയിലല്ലേ. ഇപ്പോൾ രണ്ടാമത് ഷോക്ക് മാറ്റി കയറ്റി ഇതിൽ മാറ്റം എന്താണെന്നുള്ളത് എനിക്ക് കാണിച്ചാൽ ഞാൻ ആ ബോൾട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ സംഭവം ഇവിടെയാണ്. ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഈ ഒരു ആംഗിൾ വരെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരിക. അതായത് അൾട്ടോൻ്റെ ഇതിൻ്റെ ചെറിയ മാറ്റം വരും. ഇതുണ്ടോ ഇത് സ്റ്റഡിയിലാണ് വരിക. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ഇനി വേറെ ഏതെങ്കിലും വണ്ടിയുടെ സൂട്ടാവണുണ്ടാവും. ഒരു പക്ഷേ നമുക്ക് ഈ സ്റ്റഡിയിലുള്ള പീസ് കുറച്ച് ഹൈറ്റ് കമ്മിയുള്ള ഷോക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം, പ്രശ്നമില്ല. നമുക്ക് അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലൊന്നും ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സംഭവത്തിൽ മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ മാറ്റി മറിച്ചിടുമ്പോൾ നമുക്കൊരു ഇതിൽ ധാരണ കിട്ടും. പിന്നെന്താണോ ഇതിൽ നമുക്ക് ചെറിയ ഷോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോവർ ചെയ്യുമ്പോൾ നമ്മൾ സ്പ്രിങ് ലോവർ ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ വണ്ടി പൊക്കുന്ന ടൈമിൽ വണ്ടിൻ്റെ വർക്ക് എടുക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ കുയില് ചാടിയിട്ടോ ഒന്ന് സ്പീഡ് പോയിട്ട് ഇപ്പോൾ ഒന്ന് എടുത്തിരുന്ന ടൈമിലോ ഈ ബെഡ് ഉണ്ടല്ലോ അത് ചാടും. പിന്നെ വേറെ സംഭവം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈറ്റാക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഈറ്റാക്കി പ്രസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ആക്ഷന് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈറ്റാക്കി പ്രസ് ചെയ്യുമ്പോൾ പരമാവധി എല്ലാവരും ഈ അടിയിൽ പ്രസ് ചെയ്യാൻ നോക്കുക, എന്നാൽ അത്രയും ഭാഗത്തിൻ്റെ നമുക്ക് ആക്ഷൻ കിട്ടും. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്പ്രിങ് വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. സീറ്റിംഗ് ആവുന്നുണ്ടെങ്കിൽ സീറ്റിംഗ് ആവും, കണ്ടിട്ട് സീറ്റിംഗ് ആവും. അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. പിന്നെ വേറെ സംഭവം വരാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പൊക്കുമ്പോൾ ഇതിന് ഫ്രീ ആവില്ല, എന്തായാലും ഫ്രീ ആവും. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നമുക്ക് ഈ സാധനം ഇൻഡസ്ട്രി കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കിയാലും നമ്മുടെ പരിപാടി നടക്കും. പക്ഷെ അതൊക്കെ അല്ല, കുറച്ച്
ലാവശ്യമായിട്ടുള്ള ബഡ്ജറ്റും കാര്യം നമുക്ക് ചിലവാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം കമ്മിയുള്ളത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരമാവും ചെയ്യും. വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അതിനും വേണ്ടി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കത് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ചെയ്താൽ നമുക്കതൊരു ഈ വണ്ടിയിൽ നമ്മൾ പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് പെട്ടൊരു ഭാഗമാണിത് ഓവർ ചെയ്യുന്ന കാര്യം എന്നുള്ളത്. പക്ഷേ നമ്മൾ സ്പ്രിങ് എന്തായാലും കട്ട് ചെയ്യണില്ല, വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കാണണമെന്നില്ല. പിന്നെ അൾട്ടോനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അതാണ് ആ ചെരുവും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റഡിയാണെന്നുണ്ടെങ്കിൽ അതിന് ചെരുവ് കൊടുക്കാൻ കാരണം അതാണ്. ഇതിപ്പോൾ ഈ ഒരു ആംഗിൾ ഇത് കുറച്ച് ഓള് ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റഡി ആയി നിൽക്കും. അപ്പോൾ കേട്ടോ അടുത്തൊരു ദിവസം രാവിലെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ വീഡിയോ എടുത്തതിന് ശേഷം ഷോക്ക് ഫിറ്റ് ചെയ്തില്ലേ 800 അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് തന്നെ വർക്ക് ചെയ്യുന്നില്ല, ഫുൾ വർക്ക് കേട്ടോ. റീസ്റ്റോറേഷൻ എന്ന രീതിയിൽ വന്നിട്ടുള്ളതാണ് മെക്കാനിക്കൽ ഭാഗത്തേക്ക്. അതായത് സ്റ്റീരിംഗ് ബോക്സ് കാര്യങ്ങൾ ഗിയർ ബോക്സ് ഇറക്കണം. ഗിയർ ബോക്സിൻ്റെ ബോൾട്ട് തെറ്റായിട്ടില്ല, ബോൾട്ട് അയക്കാട്ടില്ല, അപ്പോൾ അത് വെൽഡ് ചെയ്തെടുക്കണം. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗങ്ങൾ ഇറക്കോട്ട് ലോഡ് ചെയ്ത് വരികയാണ് ബാക്കിൽ. പിന്നെ ഇത് പൂണ്ട നമ്മൾ മഫ്ലറിൻ്റെ കാര്യം പറയില്ലേ, ഇതിൻ്റെ വീഡിയോസ് തന്നെ അടുത്തൊരു തരം മഫ്ലറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് വാൾവോട്ടോണിക്കിൻ്റെ. പിന്നെ അടുത്തൊരു വർക്ക് പറഞ്ഞത് ഗിയർ ബോക്സ് ആണ്, ക്ലച്ചും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ വീഡിയോയിൽ മൊത്തം കാണിച്ചു തരാതിട്ടാണ് സ്വിഫ്റ്റ് വെള്ളം മിക്സ്. പിന്നെ ഇത് ലോവർ ചെയ്യാൻ കാര്യങ്ങൾ, പിന്നെ ഡിക്കിൻ്റെ ക്യാബിള് കാര്യങ്ങൾ അങ്ങനത്തെ വർക്കുള്ള കേട്ടോ. പിന്നെ അണ്ടർ ബോഡി ലൈറ്റ് അതൊക്കെ. ഇത് ഇന്നോവ എൻജിൻ വർക്ക് ഔട്ട് കംപ്ലീറ്റിൽ ഫുള്ള് ഇറക്കി പിന്നെ സെറ്റ് ചെയ്യണം. ഒരു സാധനം ഇതിൻ്റെ ഡാർപ്പയുടെ അടിയിലുണ്ട്. പിന്നെ ബഗ്ഗി, പിന്നെ ആസ്പിയർ. ഇത്രയും വണ്ടി ഇപ്പോൾ നമുക്ക് വർക്കിന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമ്മളെ മുതൽ. അപ്പോൾ ഈ വണ്ടി ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോളും കാര്യങ്ങളും ഓവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വന്നെഴുതിയിട്ടാണ്. അപ്പോൾ ഈ മുതൽ നമ്മൾ ഇത്രയും വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വണ്ടി സെയിലാക്കണമെന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഒന്നെങ്കിൽ ഈ വണ്ടിയോ അല്ലെങ്കിൽ ബഗ്ഗിയോ ഒക്കെ ക്ലിയർ ആക്കണം. അപ്പോൾ ബഗ്ഗി കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. കൊടുക്കൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് നമുക്ക് സെയിലാക്കേണ്ടി വരും. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് പോകുന്ന റൈറ്റല്ല. അതിന് കമ്പക്കാർ വന്നാലേ നമുക്കത് മൂവ് ആവുള്ളൂ. അപ്പോൾ അതിന് ഒന്നെങ്കിൽ നമുക്ക് വീല് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന സസ്പെൻഷൻ അങ്ങനെ ഓരോ വണ്ടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഫണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മുതൽ കൊടുത്തിട്ട് ബാക്കി പണിയെടുത്താലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഞാൻ എടുത്ത ഈ ഫണ്ടും നമുക്കിത് വർക്കെടുത്ത ഫണ്ട് വേണ്ട, വണ്ടി എടുത്ത ഫണ്ടും നമുക്ക് ഈ അലവിയിൽ ടയർ എടുത്ത ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ മുതൽ നമ്മൾ കൊടുക്കും. ഇതിൻ്റെ പേപ്പർ 2030 വരെ ഉണ്ട്. പിന്നെ റിന്യൂവൽ 26-ലാണ് റിന്യൂവലും കാര്യങ്ങളും. അപ്പോൾ അതെടുക്കേണ്ടി വരും. പിന്നെ ഇതാണ് ബോഡി കണ്ടീഷൻ. മറ്റു വീഡിയോസുകൾ കണ്ടാൽ പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അതായത് ഞാൻ ഓരോ ഭാഗം ഫുള്ള ടൈമിൽ ലോഡ് ചെയ്തുകൊണ്ട് പക്കയ്ക്ക് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അലവിലും കാര്യങ്ങളും ഇതാണ് ലുക്ക്. പിന്നെ ഇവിടെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ പാച്ച് പറഞ്ഞാൽ ഇല്ല തന്നെ പറയാം. കാരണം ബോഡി വന്നിട്ടുണ്ടാണ് കേട്ടോ. അത് പാച്ച് മെയിനായിട്ട് പാച്ചില്ല, നമ്മൾ അടിഭാഗം ഉദ്ദേശിക്കുന്നത്. അടിഭാഗം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അടിയിൽ പാച്ച് വന്നാലാണ് നമുക്ക് ചിലപ്പം അത് കയ്യിൽ നിന്ന് ഫണ്ടും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഇവിടെ ഞെളുക്കുന്നുണ്ട് ഇതുപോലെ. പിന്നെ ആ സൈഡിൽ അടിയിൽ റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്ത് ഒരു റോളുണ്ട് കേട്ടോ. ഈ റോള് പുറത്ത് വരണേ അത് ചെറിയ പീസ് ചേർക്കുക. ഈ ഒരു ഭാഗം നിർത്തിയാൽ വണ്ടിൻ്റെ ബാക്കി ഭാഗം പെയിൻ്റ് അടിച്ചാൽ സെറ്റാണെന്നുള്ള. പെയിൻ്റ് അടിച്ചാൽ പറഞ്ഞാൽ ചെറിയ രീതിയിൽ മംഗലും കാര്യങ്ങളും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. ഈ വീഡിയോസ് ഇൻസ്റ്റയിൽ ഇതിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രൂപം കിട്ടും. പ്ലാറ്റ്ഫോം പക്ക കണ്ടീഷനാണ്. ഇതിൻ്റെ ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോസിൽ എത്രത്തോളം ഉൾപ്പെടുത്തിക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാകാൻ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ ഈ ഒരു മുതൽ ഈ വണ്ടിയുടെ ചെയ്യണം. അതായത് ഇത് ഞാൻ പ്ലാനിലുണ്ടാകുന്നിട്ട് ചെയ്യണം. എനിക്ക് ഗ്യാപ്പില്ല. അതല്ല അതിൻ്റെ ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ ഞാൻ അതും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഫണ്ടിൽ ചെറിയ മാറ്റം വരുന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റീരിയോ കണക്ഷൻ കൊടുത്തില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. ചെറിയ കാര്യങ്ങൾ വർക്ക് ചെയ്ത് ചോദിക്കില്ല, ഗ്യാപ്പ് ഇട്ടില്ല, പക്ക വൃത്തിയാണ്. ബോണിറ്റ് ഉള്ളിൽ തുറന്നു കാണിച്ചു തരാം. ഇത് കാണിച്ചേണ്ട ആവശ്യമില്ല, ഞാൻ അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താന്നോ എത്രത്തോളം ഉൾപ്പെടുത്തിയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ട് പക്ക സാധനം. കമ്പനി സീറ്റ് ഞാൻ അതിൻ്റെ ഈ സൈഡത്തെ പിന്നെ കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തരാമെന്നുള്ളതാണ്. കാരണം കവറ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഭാഗം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി. പക്ഷെ അതവരും വെക്കലില്ല കേട്ടോ. പിന്നെ ഈ മുതൽ മാറ്റിയാണ്. അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബോണിറ്റ് തുറന്നിട്ട് ഇത് വീഡിയോസ് ഇവിടുത്തെ കിട്ടുമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്നിട്ട് ബോണിറ്റ് തുറന്നിട്ട്
ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒരു സീനോ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ എന്തെങ്കിലും കൂടി അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് ദൂരം കാര്യങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബാറ്ററി മാറ്റിയിട്ടുള്ളതാണ് പുതിയ കേട്ടോ. പിന്നെ നല്ല തലക്ക് കാണിച്ചുതരാം. ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് കണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് വേറെ ഇതിൻ്റെ ഫോഗ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ഒഴിവാക്കിയിട്ട് വെക്കുക. കമ്പനിയിൽ വേറെ ഏതൊക്കെ വയറുള്ളതാണോ അതേ കൊടുത്തിട്ടുള്ളൂ. അതിന് സോറി ഈ ഒരു സംഭവം ഉണ്ടോ കേട്ടോ, ഇത് എ സിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇത് എ സിക്ക് മുകളിലും വേണ്ടിയിട്ട് ആ ഒരു സംഭവം ഇല്ലാത്ത ബാക്കിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വണ്ടി. പിന്നെ വണ്ടിക്ക് ചെറിയ വർക്ക് വെള്ളം എടുക്കേണ്ടി വരും. പിന്നെ പറയാൻ വിട്ട് എന്തോ ഈ ഒരു മുതലേ ഇത് ചെറിയ പൊട്ടുണ്ട്. ഇതൊക്കെ ചില്ലറ പൈസ തരുള്ളൂ. 250 300 എനിക്ക് പൈസ തരുള്ളൂ. പരമ മൊത്തം കാണിക്കണല്ലോ. പിന്നെ ഇതുപോലത്തെ സ്ക്രാച്ചും കാര്യങ്ങളും വെള്ളൈറ്റും ഉണ്ട്. 95 മോഡല് പറയാൻ വിട്ടതാ. പിന്നെ പമ്പറുണ്ടോ പക്ക. ഇത് കാർത്ത് സീറ്റിങ് കേട്ടോ. പമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു തലക്കുന്ന കോട്ട് പറക്കിട്ടില്ല. ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുണ്ടോ മോണിക്ക് എമ്പി മോണിക്ക്. അപ്പോൾ 95 മോഡലിൽ ഇത്രയും വൃത്തിയായിട്ടൊരു വണ്ടി കിട്ടാൻ പാടാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടാണ് പറഞ്ഞ് പേരും മുതൽ കേട്ടോ. രാവിലെ തന്നെ വീഡിയോസ് എടുത്ത് വന്ന് ലാസ്റ്റ് സെയിലുമൊക്കെ എത്തി. അപ്പോൾ ഒരു സെയിൽ വീഡിയോ എന്നൊക്കെ ഉള്ള രീതിയിലും കൂടെ ഇത് ഇട്ടു എന്നുള്ള കേട്ടോ. ഞാൻ 1-2 ദിവസമായല്ലോ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് സെയിലാക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ പിന്നീട് നമുക്ക് ഫണ്ട് ഉണ്ടാകുമ്പോൾ വേറെ കൊണ്ടിരിക്കുക. അതല്ല സെയിലാവണില്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് സെറ്റാകും. സെയിലാവണില്ല പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ട് പക്കായി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായിട്ട് പണിയെടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് സാധനമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഓവറായി തോന്നുന്നു, രണ്ടു കൂടി തോന്നുന്നു. അപ്പോൾ രാവിലെ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ക്ലിയറായി അറിയില്ല. അതല്ല ഓക്കെ അല്ലെങ്കിൽ വൃത്തിയിൽ നമുക്ക് അടുത്തൊരു വീഡിയോസ് സെയിൽ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പോസ്റ്റിങ്ങിൻ്റെ പുതിയ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.